സിപിഐയുടെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ ധർണ നടത്തി. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും CPI ആവശ്യപ്പെട്ടു. PM ശ്രീ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറുക, നീറ്റ് പരീക്ഷാ ക്രമക്കേടിന് ഉത്തരവാദിയായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. CPI ഓച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. CPI സംസ്ഥാന കൗൺസിൽ അംഗം K. ശിവശങ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. RSS സംഘപരിവാർ നയിക്കുന്ന കേന്ദ്ര ഭരണ സംവിധാനത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന വളരെ കലുഷിതമായ വിദ്യാഭ്യാസ സംവിധാനത്തെയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന PM ശ്രീ പദ്ധതി. ആ പദ്ധതിയെ സംബന്ധിച്ച് ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും ഇവിടെ സൂചിപ്പിച്ചു. PM ശ്രീ പദ്ധതി കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുകയും ഒരു ഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് സർവശിക്ഷാ അഭിയാനു വേണ്ടി നീക്കിവെച്ച ഈ CPI ജില്ലാ കമ്മിറ്റി അംഗം കടത്തൂർ മൻസൂർ അധ്യക്ഷത വഹിച്ചു. ഓച്ചിറ മണ്ഡലം സെക്രട്ടറി S. കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൽ ഖാദർ, AYF സംസ്ഥാന കമ്മിറ്റി അംഗം R. ശരവണൻ, ചരിത്രകാരൻ ഡോക്ടർ RJ അഗ്നേയ്, AYF മണ്ഡലം പ്രസിഡന്റ് R. നിതിൻ രാജ്, സുരേഷ് താനുവേലി, B. സരസ്വതി അമ്മ, കൃഷ്ണ ദേവരാജ്, അനന്തു S. പോച്ചയിൽ, അരവിന്ദ് സുരാജ്, S. ഗീതാകുമാരി, ഗേളി ഷൺമുഖൻ, K. നൌഷാദ തുടങ്ങിയവർ പങ്കെടുത്തു. 3 വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ധർണ, പ്രതിഷേധ, വിവിധ രൂപത്തിലുള്ള സമര പരിപാടികൾ നടത്തുകയാണ്. ഈ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഓച്ചിറ ഈ ട്രാൻസ്പോർട്ട് മൈതാനിയിൽ ഈ സായാഹ്ന ധർണ സംഘടിപ്പിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ നിന്നും സംസ്ഥാന ഗവൺമെന്റ് പിന്മാറുക, നീറ്റ് പരീക്ഷാ ക്രമക്കേടിന് കാരണക്കാരനായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, ദൈനംദിനം പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും ഗ്യാസിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ കേന്ദ്ര സർക്കാർ ജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സാധാരണക്കാരെ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സംരക്ഷണമാക്കി ഉയർത്തിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഈ സമര പരിപാടി നടപ്പിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.